നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അവസാനം PV അൻവറും UDF അകത്തായി. PV അൻവറുടെ UDF പ്രവേശനം ഏറ്റവും അധികം എതിർത്തിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും അൻവർ തങ്ങൾക്ക് അനിവാര്യനാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അൻവറുടെ അയിത്തം മാറി. അൻവർ ഇതാ UDF പ്രവേശിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കണ്ണുരുട്ടലാണ് അൻവറിനെ UDF എത്തിക്കാൻ കാരണമെന്ന് പൊതുവെ UDF നേതാക്കളെല്ലാം രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രമല്ല കാര്യം. നിലമ്പൂരിൽ അൻവർ പിടിച്ച 20,000 വോട്ടും അൻവർ ഉയർത്തിയ വിഷയങ്ങളും UDF പ്രധാനമാണ്. ADGP അജിത് കുമാറിനെതിരെയും പിണറായി വിജയൻ്റെ RSS ബന്ധത്തിനെതിരെയും PV അൻവർ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ UDF ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി ഉപയോഗിക്കണം. അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അൻവറിനെ വേണ്ട എന്ന് പറയുന്നത് മര്യാദകേടാണല്ലോ. അങ്ങനെയാണ് PV അൻവറിനെ UDF എത്തിക്കാനുള്ള എല്ലാ മിനുക്കുപണികളും നടന്നത്. അങ്ങനെ അൻവർ ഇതാ UDF ഭാഗമാകുന്നു. UDF വികസിപ്പിക്കും, UDF പുതിയ ഘടകകക്ഷികൾ വരുമെന്നൊക്കെ ഇന്ന് VD സതീശൻ പ്രഖ്യാപിച്ചു. PV അൻവറും ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. അൻവറിനോടുള്ള വിരോധമെല്ലാം അദ്ദേഹം തൽക്കാലത്തേക്കെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞു. കാരണം അൻവറിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ ലീഗ് പിണങ്ങുമെന്ന് VDക്ക് നന്നായി അറിയാം. ലീഗ് അൻവറിന് ഉറപ്പ് കൊടുത്തതാണ് നിങ്ങൾക്ക് UDF ഒരു കസേര ഉണ്ടാകുമെന്ന്. പിണറായി വിജയനെതിരെ തുറന്ന പോരാട്ടവുമായി PV അൻവർ രംഗത്തെത്തിയപ്പോൾ തന്നെ ലീഗ് നേതൃത്വം അൻവറെ ദത്തെടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ അൻവർ UDF എത്തുമെന്ന് അന്ന് തന്നെ ഉറപ്പായിരുന്നു. പക്ഷേ VD സതീശൻ അപ്പോൾ തന്നെ കയറി വെട്ടി. തനിക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണ നിയമസഭയിൽ വച്ച് പറഞ്ഞ ആ നട്ടാൽ കുരുക്കാത്ത ആരോപണം ഉന്നയിച്ച ഏതാണ്ട് 500 കോടി രൂപയെന്തോ കർണാടകയിൽ നിന്നും മീൻവണ്ടിയിൽ വന്ന് അത് VD സതീശൻ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി തുടങ്ങിയ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച ആളാണ് PV അൻവർ. അത്തരം ആരോപണം തനിക്കെതിരെ ഉന്നയിച്ച ആളെ താൻ UDF ചെയർമാനായിരിക്കുമ്പോൾ മുന്നണിയിലേക്ക് അടുപ്പിക്കണോ എന്ന ചോദ്യമാണ് VD സതീശൻ ഉയർത്തിയത്. ഏതായാലും സംഗതിയെല്ലാം ഇപ്പോൾ കോംപ്ലിമെന്റ്സ് ആയി. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ UDF ഇല്ല. അഥവാ ഭരണം കിട്ടുമെങ്കിൽ തന്നെ 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വസ്തുതയും തെളിഞ്ഞു വരുമ്പോൾ പിണറായി വിജയൻ വള്ളപ്പാടുകൾക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇനി അൻവറിനെയൊക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് VD സതീശനാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് PV അൻവറിനെ UDF എത്തിക്കാൻ അദ്ദേഹം പച്ചക്കൊടി കാണിച്ചത്. കാരണം VD സതീശനെ എതിർത്തിരുന്നെങ്കിൽ ഇപ്പോഴും അൻവർ UDF വരില്ലായിരുന്നു. പക്ഷേ UDF സതീശനെ ശക്തി കുറഞ്ഞു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ തുടർന്ന് ഷാഫിയും രാഹുലും സതീശന് എതിരായതോടുകൂടി അദ്ദേഹത്തിൻ്റെ പിടിയൊന്ന് UDF അയഞ്ഞു. നേരത്തെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടൂർ പ്രകാശുമൊക്കെ PV അൻവർ ഇവിടെ വേണം, UDF വേണമെന്ന് ആഗ്രഹിച്ചവരാണ്. അത് തുറന്ന് പുറത്തു പറഞ്ഞവരാണ്. പക്ഷേ അതിനെ കയറി വെട്ടിയത് UDF ചെയർമാനായ VD സതീശനാണ്. UDF ചെയർമാന് വലിയ നിർണായക സ്വാധീനം UDF ഉണ്ടെന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. ഏതായാലും ഇനി PV അൻവറെ മാറ്റി നിർത്തി ഉള്ള മുസ്ലിം വോട്ട് കൂടി കളയണ്ട എന്നുള്ള ബുദ്ധി ആരോ VD സതീശന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇനി അൻവർ കൂടെ വരണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഏതായാലും അൻവറിനെ ഇനി കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ തന്നെ നിലനിർത്തുമോ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പിൽ തന്നെ നിലനിർത്തുമോ അതോ ഘടകകക്ഷിയാക്കുമോ അതല്ലെങ്കിൽ UDF സ്വതന്ത്രൻ വടകരയിൽ TK രമയൊക്കെ നിന്ന പോലെ UDF സ്വതന്ത്രനായി അൻവർ നിൽക്കുമോ എന്നൊക്കെ കണ്ടറിയണം. അൻവർ എവിടെ മത്സരിക്കുമെന്നുള്ളതും പിന്നെയുള്ള കാര്യമാണ്. ഏതായാലും PV അൻവർ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അൻവർ അവകാശപ്പെട്ട പോലെ അൻവർ വെല്ലുവിളിച്ച പോലെ ബേപ്പൂരിലെങ്ങാൻ പോയി മത്സരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, PV അൻവർ ഇപ്പോൾ ഇനി UDF ഭാഗമായി കഴിഞ്ഞു. ഏറെക്കുറെ അത് UDF VD സതീശനും ലീഗും എല്ലാം ഇരുന്ന് ഒരുമിച്ച് ചർച്ച ചെയ്ത് അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്.